ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു പാവപ്പെട്ട അറാബി കടന്നു വരികയാണ്. നബിയോട് പറഞ്ഞു, കഴിക്കാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല, എന്തെങ്കിലും എനിക്കൊന്ന് സഹായിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കി. കാരണം വീടിന്റെ അകത്തൊന്നുമില്ല. ആയിഷ തല താഴ്ത്തി നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു പോ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു പോ. നിന്നെ അബൂബക്കർ വെറും കൈയോടെ മടക്കില്ല. പെങ്ങളെ, ഈ ചരിത്രം നിനക്ക് പഠിക്കാനുള്ളതാ മോള്. ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ഇട്ടുകൊണ്ട്, ഇടാനില്ലാത്തത് കൊണ്ട്, പടച്ചവനെ ഇടാൻ വയ്യാത്തത് കൊണ്ട് അലമാരിക്കകത്ത് നിറച്ചു വെക്കുന്ന ഉമ്മ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് അറാബി കടന്നു ചെല്ലുകയാ. അവിടുന്ന് സലാം പറഞ്ഞു. അബൂബക്കർ തങ്ങൾ വാതില് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ, മുത്തുനബി പറഞ്ഞു വിട്ടതാ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എന്റെ കയ്യിൽ 5 നയാ പൈസയില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാനൊരു പുതപ്പ് പോലും എന്റെ കയ്യിലില്ല. അബൂബക്കറേ, അബൂബക്കർ തങ്ങൾക്കറിയാ കൊടുക്കാനൊന്നുമില്ലെന്ന്. എങ്കിലും വീടിന്റെ അകത്ത് കയറി തിരയുകയാണ്. അല്ലാഹുവേ, കഴിക്കാ ഭക്ഷണമില്ല, കൊടുക്കാ പൈസയില്ല. അബൂബക്കർ തങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ആ മനുഷ്യനോട് എന്റെ വീടിന്റെ അകത്തൊന്നുമില്ലെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? അബൂബക്കർ വെറും കൈയോടെ മടക്കില്ല എന്നാ. ഞാൻ ആഗ്രഹത്തോടു കൂടി വന്നതാ. എനിക്ക് എന്തെങ്കിലും ഒന്നതാ, ഭക്ഷണമില്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രമെങ്കിലും താ. അബൂബക്കർ തങ്ങൾ വീണ്ടും വീടിന്റെ അകത്ത് കയറി വീട് മുഴുവനും തെരഞ്ഞു നോക്കി. അല്ലാഹുവേ, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറൊന്നുമില്ല. അബൂബക്കർ തങ്ങളുടെ വീടിന്റെ അകത്ത് കഴിക്കാൻ ഭക്ഷണമില്ല, കൊടുക്കാൻ പൈസയില്ല, വസ്ത്രവുമില്ല, ഒന്നുമില്ല. അബൂബക്കർ തങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല. വാപ്പാ, അബൂബക്കർ തങ്ങൾ വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ വസ്ത്രമെടുത്തു കൊടുത്തു. ഇതേ എന്റെ കയ്യിലുള്ളൂ. ഒരു ജോഡി വസ്ത്രം കിട്ടിയ സന്തോഷത്തോടെ ആ മനുഷ്യനതാ തിരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് ബാങ്ക് പിടിച്ചു. എല്ലാരും പള്ളിയിൽ നിസ്കരിക്കാൻ കടന്നു ചെന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ എപ്പോഴും തന്റെ പുറകിലിരിക്കുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞു നോക്കി, പള്ളിക്കകത്തില്ല. എന്റെ അബൂബക്കർ എവിടെ? സഹാബ, അബൂബക്കറിന് സുഖമില്ലേ? സഹാബ, ചെന്ന് നോക്ക് സഹാബ. മുത്തുനബി അവിടെന്ന് പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഓടുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ തൽഹ? യാ റസൂലല്ലാഹ്, അബൂബക്കറിന് രോഗമൊന്നുമില്ല നബിയേ. പള്ളിയിൽ വരാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനൊന്നുമില്ല, വെറും കൈയോടെ മടക്കാൻ മനസ്സില്ലാത്തത് കാരണം ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്ത് നബിയേ. അബൂബക്കർ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് വസ്ത്രമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, ആയിഷ, എന്തെങ്കിലും കൊടുക്ക ആയിഷ, നിന്റെ വാപ്പയ്ക്ക് ധരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ?
ബീവി റളിയല്ലാഹു തആല അൻഹ വീട് മുഴുവനും തെരഞ്ഞു നോക്കി തന്റെ ഉപ്പയ്ക്ക് ഔറത്ത് മറയ്ക്കാൻ, തന്റെ വാപ്പയ്ക്ക് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രം വീട് മുഴുവനും തെരഞ്ഞു നോക്കി. അവസാനം കീറിപ്പറിഞ്ഞ ഒരു പടയങ്കി കിടക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അബൂ തൽഹ തങ്ങൾ കൊണ്ടുകൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് നോക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാ. ആ രംഗം കണ്ടിട്ട് മലക്കുകൾ കരഞ്ഞുപോയി വാപ്പാ. ആ ഒരു രംഗം കണ്ടിട്ട് തന്റെ വീട്ടിൽ വന്നവന് കൊടുക്കാനൊന്നുമില്ലാതെ അവസാനം ഇട്ടിരുന്ന വസ്ത്രപൂരി കൊടുത്തിട്ട് വീടിന്റെ അകത്തിരുന്ന ചെറുപ്പക്കാരനാ ജിബ്രീൽ കരഞ്ഞുപോയി. മലക്കുകൾ കരഞ്ഞുപോയി. മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടി വരുന്ന അബൂബക്കർ തങ്ങള് കരഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. മുത്തുനബി ചോദിച്ചു, എന്തേ അബൂബക്കറെ കരയുന്നത്? എന്തേ അബൂബക്കറെ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ ഒരു വഖത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഈ അബൂബക്കർ തങ്ങൾ കിടക്കുന്ന സ്വർഗമല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സ്വർഗമല്ലേ ഉള്ളൂ?